ശ്രദ്ധിക്കേണ്ടത്, അവരെന്നോട് പറയാണ് ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തേ പറ്റുള്ളൂ. ഗോൾഡ് ലോണിന് ഞാൻ എൻ്റെ ഗോൾഡ് അവിടെ കൊടുത്തിട്ട് അതിന് പൈസ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും പറ്റിയോ പറ്റില്ലോ എന്ന് അവരന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും അവർക്ക് എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ ഗോൾഡ് ഉണ്ട് അല്ലേ. അപ്പം എന്തിനാണ് ഇതുപോലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്തിനാണ് കമ്പൽസറി ആക്കുന്നത്? മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ നല്ല തന്നെയാണ്, അതൊരാളെയും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല അല്ലേ. അപ്പോൾ ഗോൾഡ് ലോണിന് എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ കിടന്ന് ബ്ലഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മാം അങ്ങനെയല്ല, ഗോൾഡിൻ്റെ ഇൻഷുറൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്യുമെന്റ്സ് കാണണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മാം ഇതിൻ്റെ കോപ്പീസ് ഇല്ല, ഫിസിക്കൽ കോപ്പി ഇല്ല, ഞാൻ സിസ്റ്റത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ സിസ്റ്റത്തിൽ എനിക്ക് കാണിച്ചു തന്നപ്പം അതിനകത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് ഞാൻ കണ്ടു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലേ? അപ്പം അവർ പറഞ്ഞു മാം ഇത് കമ്പൽസറി ഇൻഷുറൻസ് ആണ്, ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്, അല്ലാതെ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിൻ്റെ ഫിസിക്കൽ കോപ്പി ഞങ്ങളുടെ ഇല്ല എന്നവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നിൽക്കുന്നത് ഗ്രില്ലിൻ്റെ ഇപ്പുറത്താണ്, അവരുടെ ഓഫീസിൽ നിന്നിട്ടാണ് എനിക്ക് തിരിച്ച് കാണിച്ചു തരുന്നത്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാം ഇല്ല, ഇത് നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് വേറെ ഉണ്ട്, എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ എമൗണ്ട്, ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറി എൻ്റെ നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെൻ്റെ അടുത്ത് പറയുന്നത് ഇല്ല മാം, ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക്, എനിക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, ഞാനിതുപോലെ ഗോൾഡ് ലോൺ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത് ഇല്ല മാം, ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഇത് കമ്പൽസറി ആണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അന്നാലും എനിക്ക് ഡൗട്ട്, എന്തിനാണ് ഇൻഷുറൻസ്, ഗോൾഡ് ലോൺ എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ്? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പം ഈ എമൗണ്ടും കൂടെ എൻ്റെ കയ്യിൽ കയറി കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞു മാം ഈ QR ഈ അക്കൗണ്ടിലോട്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി അവരുടെ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ഞാൻ അവർക്ക് ലയബിലിറ്റി ആയി, ലൈക്ക് എനിക്കൊരു ലയബിൾ സിറ്റുവേഷനിലോട്ട് ഞാൻ പോയി. അവരുടെ പൈസയാണ് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്, അവർ അതിൽ നിന്ന് കമ്പൽസറി ആണെന്ന് പറഞ്ഞൊരു എമൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു അത് അയച്ചു കൊടുത്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ എമൗണ്ട് അയച്ചു കൊടുത്തു. എന്നാലേ ഈ പറയുന്ന ഈ റെസിപ്റ്റ് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ പേയ്മെൻറ്റ് ചെയ്തത്. ഈ റെസിപ്റ്റിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്